നമസ്കാരം. നമ്മുടെ രാജ്യത്തെ യുദ്ധഭീതി ഒഴിയുകയാണ്. ലോകത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ ഇത് തന്നെയാണ് ആഗ്രഹിച്ചത്. വളരെയധികം സന്തോഷം. എന്നാൽ ചില ആൾക്കാരും ഇതിന് വിപരീതവട്ടമാണ് ആഗ്രഹിച്ചത്. അതിൽ പ്രധാനിയാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകണമെന്ന്. പക്ഷേ അത് സാധിച്ചില്ല. പുള്ളിക്ക് വളരെയധികം വിഷമമായിട്ടുണ്ട്. വെരി സോറി അഖിൽ മാരാർ. ഈ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരാൾ വിചാരിക്കണം. അത് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ ശ്രീ നരേന്ദ്രമോദിജിയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് യുദ്ധം ഇല്ലാതായത്. നമുക്കറിയാം, ഇന്ത്യയുടെ മുമ്പിൽ പാകിസ്ഥാൻ വെറും വട്ടപൂജയാണ്. ഒരു ഉണ്ടാക്കും ചെയ്യാൻ പറ്റത്തില്ല പാകിസ്ഥാന്. ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 100% ഉറപ്പാണ്. വെറും വട്ടപൂജയാണ്. ഇന്ത്യ പാകിസ്ഥാന് മുമ്പ് എത്ര വലിയ ശക്തിയാണ് നമ്മുടെ രാജ്യം. അതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഞാൻ ഒരു പാർട്ടിയിൽ മെമ്പറല്ല. പ്രധാനമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കണമെന്ന് കരുതിയത് നമ്മുടെ രാജ്യത്തിൻ്റെ തലവനായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ യുക്തിപൂർവമായിട്ടുള്ളൊരു തീരുമാനം. അതിൻ്റെ പിന്നിൽ വേറെ ആൾക്കാർക്ക് കാണുമായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ ഒരു പവറായിട്ട് കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അഭിനന്ദിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാൻ അഭിനന്ദിക്കും. ഇപ്പോൾ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ വളരെ ചെറിയ രാജ്യമാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ലെങ്കിലും യുദ്ധമുണ്ടാകുമ്പോൾ ചേരിതിരിയും. 2 വിഭാഗമാകും. പല രാജ്യങ്ങളും പാകിസ്ഥാന് പിന്തുണയായിട്ട് വരും. പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കും പിന്തുണ കിട്ടും. അങ്ങനെ വലിയ യുദ്ധം ഉണ്ടാകുമ്പോഴും വലിയ പ്രശ്നമാണ്. നമ്മുടെ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. വികസിത രാജ്യമല്ല. ഒരു 50 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇന്ത്യ ലോകത്തിൽ തന്നെ നമ്പർ 1 രാജ്യമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം പിന്നോട്ടടിക്കും. 50 വർഷം ചിലപ്പോൾ പിന്നോട്ടടിക്കാൻ സാധ്യതയുണ്ട്. ദുരിതമാകും, പട്ടിണിയാകും, പകർച്ചവ്യാധികളുണ്ടാകും, പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും, മൊത്തത്തിൽ നശിച്ച് വെണ്ണീറാകും. 2 രാജ്യത്തും വലിയ സംഭവങ്ങളുണ്ടാകും. 2 രാജ്യവും നശിക്കും. അപ്പം അതൊക്കെ മുൻകൂട്ടി കണ്ട് തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള ശക്തിയുള്ള ആൾക്കാരാണ് നമ്മുടെ സ്ഥിരാകേന്ദ്രത്തിൽ ഉള്ളത്, ഡൽഹിയിൽ ഉള്ളത്. അവരെടുത്ത തീരുമാനം വളരെ ശരിയാണ്, വളരെ കറക്റ്റാണ്. എന്തായാലും വളരെയധികം സന്തോഷം.